എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കടമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ. വീട്ടിലെല്ലാവരും സപ്പോർട്ടാണോ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ? പിന്നെ അത് സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വരുമോ ഇവിടെ? സപ്പോർട്ട് ഇല്ലാതെ ഇതൊന്നും നടക്കില്ല അല്ലേ? സംശയം എന്ത്? അപ്പോൾ ഹസ്ബൻഡിനോട് അതിനെക്കുറിച്ച് ചോദിക്കണം അല്ലേ? സാർ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും 100% സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ടാണ്. അതെ അതെ. പിന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് അതിന് വേണ്ടി വന്നിരിക്കും. ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ഹസ്ബൻഡ് ആയിരുന്നോ? ചോദിക്കട്ടെ. മോട്ടിവേഷൻ അമൃത ടി വിയുടെ ഈ സൂപ്പർ സ്റ്റാർ ജൂനിയറിന് മോള് പോയിട്ടുണ്ടായിരുന്നു. അന്ന് സെലക്ഷൻ ആയില്ല. അപ്പോൾ ഇത് പറഞ്ഞോന്നെ മോളെൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ പോകണം. അപ്പോൾ അവളെ ഞാനിങ്ങനെ കോര ഉപദേശിക്കാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പുറകോട്ട് മാറി പിള്ളേർക്ക് അതൊരു ഇതല്ലേ. മോളാണ് ടീച്ചർ. മോൾ എന്ത് പറയുന്നു? ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി ബാക്കി ചെയ്യേണ്ടത് അമ്മയുടെ കാര്യമാണല്ലോ. അമ്മ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അറിയില്ല, അങ്ങനെയാണോ? ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ വരും, ഇതിനു വേണ്ടി പുറത്തേക്ക് വരും എന്ന് തോന്നുന്നുണ്ടോ? If they have a supporting family, definitely. നമസ്കാരം ചേച്ചി. നമസ്കാരം. പാട്ടോ ഡാൻസോ എന്ത് വേണേലും റെഡിയാ. ഞാൻ തിരിച്ചിട്ട് പാടാം. പാട്ട് തിരിച്ചിട്ട് പാടാം. ശരി. പാവേ പൂ നീനുതിങ്കല്യ മാലിതന്ത കരമലവേ നീ എന്നിഹാര നീടി കൊരുത. തിരിച്ചിട്ട് സംസാരിക്കാൻ പറ്റുമോ? പിന്നെന്താ? ആ നോട്ടെ. നിന്റെ സാർ എന്താ പേ? പേരെന്താണല്ലേ? പേരെന്താണ് പറഞ്ഞോ? ഇപ്പൊ ഒരു കാര്യം ചെയ്തു. ഇപ്പൊ ഞങ്ങള് വെയിറ്റിംഗ് ലിസ്റ്റിൽ വെക്കുന്നുണ്ട്. നമസ്കാരം താര. ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഡാൻസ് കളിക്കാൻ പാട്ട് മാത്രം പാടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പാട്ട് പാടും. കാറ്റാടി തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. എന്തായാലും ഇങ്ങനെ സാരിയെല്ലാം കുത്തി നമുക്കൊരു ഡാൻസും കൂടെ കളിപ്പിച്ചേക്കാം. സിംഹവാഹിനി നിത്യ കല്യാണി താരക്ക് ഞാൻ ഇവിടുന്ന് ഒരു ബോൾ ഇട്ട് തരും. ആ ബോൾ പിടിച്ചിട്ട് ഒന്ന് കുറച്ച് കളിച്ചിട്ട് ഒന്ന് ബാസ്കറ്റ് ബോൾ ഇടാവോ? ഓക്കെ താര. കുറെ കാലമായിട്ടൊരു ഒരു പയ്യൻ നമ്മുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇയാളെ കുറെ കാലമായിട്ട് സഹിക്കാൻ തുടങ്ങിയ. അപ്പൊ ഇന്ന് അതിന്റെ ഒരു പാരമ്യത്തിലാണ്. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എത്ര പ്രാവശ്യമായി എന്റെ പുറകെ നടക്കണത് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആൾക്കാരൊക്കെ ഉണ്ട്. ദേവരന് പിന്നെ എന്റെ പുറകെ തന്നെ. തനിക്കെന്നോട് വീട്ടിൽ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലേ? മര്യാദക്ക് ചെരുപ്പിന്റെ അടി കൊള്ളാണ്ട് പോകാൻ നോക്കിയൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. അപ്പോൾ താര സെലക്ടഡ്. താങ്ക് യു സർ. അടിപൊളിയായിരുന്നു. ഞാൻ പ്രേമ മോഹൻ. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഫൗസിയ അബൂബക്കർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മളിപ്പോൾ വന്നത് നിങ്ങളൊക്കെ മലയാളം പഠിപ്പിച്ചാൻ വേണ്ടിയിട്ട് മലപ്പുറത്തുനിന്ന് വന്നതാണ്. വട്ടത്തിലിട്ട പൗതി മായ്ച്ച റാ ഉള്ളിക്കിട്ട പറജ് അറിയില്ല. നമസ്കാരം. നമസ്കാരം രേഷ്മ. വനിതാ രത്നംസ് winners final success party. How will you compare? Ladies and gentlemen, welcome to the final episode of Vanitha Ratnam. This time we have a winner with all of us. And would you not like to know who that is? Right here among us, we have the lovely lady here. Reshma, you are selected. Hello. A very good evening to all of you. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
Divya, you mentioned successful housewife and career. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കരിയർ ഐ ഹാവ് മൈ കരിയർ ഐ എം വർക്കിംഗ് വിത്ത് ബിർല സൺ ലൈഫ് ഇൻഷുറൻസ് ആസ് സീനിയർ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ഉള്ള ടൈമിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്യുക. എല്ലാം പ്ലാനിങ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. 1 മണിവരെ വർക്ക് ചെയ്യുമ്പോൾ മോന് ആവശ്യത്തിനുള്ള ഇമ്പോർട്ടൻസ് അവന് കെയർ ചെയ്യാൻ പറ്റാറില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? അത് ഒരു ഫാക്ടർ ആവുമായിരുന്നു തീർച്ചയായും. ഇപ്പം എൻ്റെ അമ്മയൊന്നും അടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പം പക്ഷെ അമ്മൂമ്മ എത്ര വന്നാലും അമ്മയെ പോലെ ആവില്ലല്ലോ. കമ്മിങ് ടു ദാറ്റ് നമ്മളിപ്പം അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് എനിക്കൊരു വേറൊരു പ്ലേ സ്കൂളിലോ അങ്ങനെയൊക്കെ ആക്കേണ്ടി വന്നേനെ. അപ്പോൾ ഒരു തേർഡ് പേഴ്സണെ ഏൽപ്പിക്കുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. You have qualified, this is your certificate.